ഇന്നത്തെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായൊരു 4BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഫ്ലഡൊന്നും ബാധിക്കാത്ത, 2014 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയാണ്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനും അതുപോലെ തന്നെ ആലുവയ്ക്കും മധ്യത്തിലായി പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 9 കിലോമീറ്ററോളം തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററോളം ദൂരവും, ആലുവ ടൗണിലേക്ക് 6 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്ക് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 5 കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ. ഏതാണ്ട് 4 സെൻറ്റ് 300 ലിങ്സിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി 2050ഓളം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തെ മതിൽ നല്ല ഭംഗിയിലാണ്, ക്ലാഡിംഗ് ടൈലെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വലിയൊരു സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും വീടിന് നൽകിയിരിക്കുന്നു. 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തായി ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വീടിൻ്റെ മുൻവശത്ത് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. വലിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ലിവിങ് സ്പേസിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടഫ് ആൻഡ് ഗ്ലാസ് എല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെ ഇത് ഒരുക്കിയിരിക്കുന്നു. വലിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു 3-4 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ലെപ്പോത്ര ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. ഒരു പാളിയിലാണ് വീടിൻ്റെ മുൻവശത്തെ ഡോറ് നൽകിയിരിക്കുന്നത്. തേക്ക് മരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഷെൽഫുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ടഫ് ആൻഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടുത്തെ TV യൂണിറ്റിൻ്റെ പ്രത്യേകത, ലിവിങ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിൽ നിന്നും TV കാണാനുള്ള ഒരു മെത്തേഡിലാണ് ഈ TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഈ ഒരു ഏരിയയിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു കിച്ചണാണ്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ ഹുഡും ഹോബും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ബേർണർ ഇരിക്കുന്ന ഒരു ദിശ വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഈ കിച്ചന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം മനോഹരമായ രീതിയിലാണ് കിച്ചൺ ഹുഡും ഹോബും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് പോയാൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സ്ലൈഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള വാൾഡ്രോഫാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
ബാത്റൂം സൈഡിലേക്ക് പോയാൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ആണ് വാൾ ടൈൽസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും സ്ലൈഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു വാർഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയൊരു ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഈ ബാത്റൂമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ സ്റ്റെയർ ആണ്, ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വുഡ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ടഫ് ആൻഡ് ഗ്ലാസും നൽകി ഹാൻഡ് റെയിലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി വലിയൊരു ടഫ് ആൻഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു. ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് മരം തന്നെയാണ്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അത് പോളിഷും കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട്. ഈ വീടിൻ്റെ 90% വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ജസ്റ്റ് ഒരു 2 വീക്സിനുള്ളിൽ ബാക്കി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആവുന്നതാണ്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ലിവിങ് സ്പേസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളുകളിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു സ്പേസ് ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സൈഡ് വശങ്ങളിൽ മൾട്ടിവുഡ് മെറ്റീരിയൽസ് നല്ല ഭംഗിയിൽ തന്നെ ഗ്രില്ലുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെയും വലിയൊരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ഒരു ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കിഴക്കോട്ട് ദർശനമായാണ് ഈ ഒരു ഭാഗം വരുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം പാനൽ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഹാൻഡ് റെയിലും സ്റ്റെയിൻലെസ്സും ടഫ് ആൻഡ് ഗ്ലാസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ ബെഡ്റൂമിലേക്ക് വന്നാൽ ഈ ഒരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു ബാൽക്കണി എക്സിറ്റ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഒരു ബെഡെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളിലും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 4th ബെഡ്റൂം ഒന്ന് കാണാം. 4 ബെഡ്റൂമുകളായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4 സെൻറ്റ് 300 ലിങ്സിൽ 2050 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ്. സ്ലൈഡിങ് ചെയ്യാവുന്ന വിധത്തിലൊരു വാർഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ബാത്റൂം നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജാഗോർ ബ്രാൻഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടാതെ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച നല്ലൊരു കൊളോണിയൽ മോഡൽ വീടിൻ്റെ വിശേഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഈ വീട് വാങ്ങാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ ലോൺ സൗകര്യവും ലഭ്യമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മനോഹരമായ മറ്റൊരു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.